അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് കോഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, നിലവിൽ വിളിക്കാൻ പോകുന്ന വേക്കൻസീസ് എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യം ജനറൽ നോളജിന്റെ ഭാഗങ്ങളുണ്ടായിരിക്കും. ജനറൽ നോളജിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് തറവാക്കുക. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗങ്ങൾ വരും. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ കാര്യങ്ങൾ തറവാക്കുക. വയനാട് നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. നമ്മൾ PSCയിലെ പ്രൊഫൈലിൽ കയറുന്നു, നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, ഇൻഎലിജിബിൾ എന്ന് കാണിക്കുന്നു. നമസ്കാരം, CC ടെക്നിക്കൽ PSCയിലേക്ക് സ്വാഗതം. സർക്കാർ മേഖലയിൽ ഒട്ടനവധി ഡ്രൈവർ വാക്കൻസീസ് വരാറുണ്ട്. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഒരു സർക്കാർ ഡ്രൈവർ ജോലി കിട്ടാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പഠിച്ചു തുടങ്ങണം, അതുപോലെ തന്നെ ഈ വർഷം ഇനി വരുന്ന വാക്കൻസീസ് എന്തൊക്കെയാണ്, ഇതുപോലുള്ള ഒട്ടനവധി ക്വസ്റ്റ്യൻസ് നമുക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി നമ്മുടെ പ്രിയപ്പെട്ട നിയാസ് സാർ നമ്മോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സർക്കാർ മേഖലയിൽ ഒട്ടനവധി ഡ്രൈവർ വാക്കൻസീസ് വരാറുണ്ട്. ഓരോ വർഷവും ഓരോ രീതിയിലുള്ള ഡ്രൈവർ വാക്കൻസീസ് ആണ് വിളിക്കാറുള്ളത്. അപ്പോൾ പല ആളുകളുടെയും സംശയം ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഏതെല്ലാം ഡ്രൈവർ വാക്കൻസീസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ചില ആളുകളുടെ അടുത്ത് ലൈസൻസ് പല ടൈപ്പിലുള്ള ലൈസൻസുകളായിരിക്കും ഉണ്ടായിരിക്കുക. LMV ഉള്ള ആളുകളുണ്ടായിരിക്കും, HMV ഉള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏത് ലൈസൻസ് ഒക്കെ വെച്ചിട്ട് ഏതെല്ലാം പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ള ഒരു സംശയം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ഗൂഗിൾ ഫോം എല്ലാവർക്കും ഫില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു, അവരുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. പല സ്ഥലത്തു നിന്നായിട്ട് പല ആൾക്കാരും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ചോദ്യം എന്താന്ന് വെച്ചാല് വേർ ഐ ഗോട്ട് വേരിയസ് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് നോട്ട്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ജയകൃഷ്ണൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോഴുള്ള ഡ്രൈവർ എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ എക്സാമുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം റീസെൻ്റ്ലി ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു 3 എക്സാമുകൾ ഒഴിച്ചു നിർത്തിയാൽ അതിന് മുന്നേ ഉള്ള എല്ലാ എക്സാമുകളിലും 50 മാർക്ക് ജനറൽ നോളജും 50 മാർക്ക് ഡ്രൈവിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളുടെ ഫയർമാൻ ഡ്രൈവർ, പോലീസ് ഡ്രൈവർ എക്സാമോട് കൂടി മൊത്തത്തിൽ നമ്മളുടെ സിലബസ് ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ PSCയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. 50ഓളം മാർക്ക്, അതായത് നമ്മളുടെ എക്സാമിൻ്റെ പകുതിയോളം മാർക്ക് വരുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്നാണ്. അപ്പോൾ അതിൽ ഏതെല്ലാം കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഡൗട്ട്. ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് തന്നെ അതുതന്നെയാണ്, നമുക്ക് എവിടെ നിന്നാണ് ഈ വേരിയസ് ടോപ്പിക്സ് കിട്ടുക എന്നാണ്. അപ്പോൾ ഇപ്പോൾ PSCയുടെ പുതിയ സിലബസ് പ്രകാരം, അതായത് പുതിയ സിലബസിലെ സ്പെഷ്യൽ ടോപ്പിക്സ് പ്രകാരം അവർ പറയുന്ന കുറച്ച് ഏരിയകളുണ്ട്. ആ ഏരിയകളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് പോലെ അല്ലാതെ തന്നെ ഗവൺമെന്റിന്റെ ആധികാരികമായ രേഖകൾ വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് വരുന്നുണ്ട്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് വരുന്നുണ്ട്, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് റെഗുലേഷൻസ് വരുന്നുണ്ട്, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ പുതിയ അമെന്റ്മെന്റ് പ്രകാരമുള്ള നിയമങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡ്രൈവറിന്റെ കോഴ്സ് ആണെങ്കിലും ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് കൃത്യമായിട്ട് രൂപപ്പെടുത്തിയുള്ള സിലബസ് പ്രകാരമുള്ള കോഴ്സാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ മറ്റ് സ്റ്റുഡൻസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മൾ ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം തന്നെ ഓരോന്നും സിലബസ് നോക്കി അനലൈസ് ചെയ്ത് വേണം നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. അജ്മൽ ബാദുഷാ വേങ്ങരയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിഫോം പോസ്റ്റിൽ ഇപ്പോൾ എന്തെങ്കിലും ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി വരാൻ എത്ര സമയമെടുക്കും? നിലവിൽ യൂണിഫോം പോസ്റ്റിൽ ഏറ്റവും മികച്ച എക്സാമുകൾ നടന്ന ഒരു വർഷമായിരുന്നു 2023 ലാസ്റ്റ് മുതൽ 2024 ഇതുവരെയുള്ള കാലങ്ങൾ എന്ന് പറയാം. 2023 നോട്ടിഫിക്കേഷൻ വന്നു. ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും അതോടൊപ്പം തന്നെ ഫയർമാൻ ഡ്രൈവറുമാണ്. ഏറ്റവും കൂടുതൽ അപ്പോയിൻമെന്റ്സ് നടക്കുന്ന 2 പോസ്റ്റുകളാണ് ഫയർമാൻ ഡ്രൈവർ എന്ന് പറയുന്നതും അതേപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്നതും. ഈ തവണ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിളിക്കുന്ന സമയത്ത് വുമൻസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിളിച്ചതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോസ്റ്റിംഗ് നടക്കുന്നില്ല പ്രതീക്ഷയോടെയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ എക്സാം ഇപ്പോൾ കഴിഞ്ഞതുകൊണ്ട് ഇനി അടുത്ത ഇതിന്റെ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും വന്നതിന് ശേഷമായിരിക്കും പുതിയൊരു യൂണിഫോം പോസ്റ്റിലോട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ അജ്മൽ ബാദുഷയ്ക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് 3 years എൻഡോഴ്സ്മെന്റ് വേണമെന്ന് കാണിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സദ്ദാം ഹുസൈൻ ആണ് വയനാട് നിന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. നമ്മൾ PSCയിലെ പ്രൊഫൈലിൽ കയറുന്നു, നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, ഇൻഎലിജിബിൾ എന്ന് കാണിക്കുന്നു. അപ്പോൾ നമ്മളുടെ ലൈസൻസ് കൃത്യമായിട്ട് PSC പ്രൊഫൈലിൽ ആഡ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇനി എൻഡോഴ്സ്മെന്റ് എന്നുള്ളൊരു വേർഡ് കൊണ്ട് അത്ര ബുദ്ധിമുട്ടി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ആദ്യം എടുത്തത് LMV ലൈസൻസ് ആണെന്ന് വിചാരിക്കുക, ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ആണെന്ന് വിചാരിക്കുക. ഞാൻ അതിലോട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് അതിലോട്ട് ആഡ് ചെയ്യാണ്. അങ്ങനെ ഞാൻ ഒരു ലൈസൻസിലെ ഒരു ക്ലാസ്സിലോട്ട് മറ്റൊരു ക്ലാസ് ഓഫ് വെഹിക്കിളിനെ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എൻഡോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളുടെ ലൈസൻസിൽ എൻഡോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് ലൈസൻസിൽ എൻഡോഴ്സ് ചെയ്യാം, ചില വാഹനങ്ങളിലുള്ള മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് RCയിൽ എൻഡോഴ്സ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, മോട്ടോർ വെഹിക്കിൾ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഹെവി ലൈസൻസ് എൻഡോഴ്സ് 3 വർഷം എൻഡോഴ്സ് ചെയ്ത ലൈസൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹെവി എടുത്തതിന് ശേഷം 3 വർഷം കഴിഞ്ഞിരിക്കണം എന്നാണ്. അപ്പോൾ റീസെൻ്റ്ലി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണോ ആ ഡേറ്റിന് മുന്നേ, നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ലൈസൻസ് എടുത്തതിന് ശേഷം 3 വർഷം കഴിഞ്ഞിരിക്കണം. ആ 3 വർഷം കഴിഞ്ഞിരിക്കുന്നതിനാണ് നമ്മൾ 3 വർഷത്തെ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രൊഫൈലിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് കാണിക്കും ഹെവി മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ HGMV HPMV എന്നുള്ളത് ആഡ് ചെയ്യുന്നതിന് കൂടെ പ്ലസ് സ്റ്റാൻഡിംഗ് വിത്ത് ലൈസൻസ് 3 ഇയേഴ്സ് എൻഡോഴ്സ്മെന്റ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും. അതാണ് നമ്മൾ പ്രൊഫൈലിൽ ആഡ് ചെയ്യേണ്ടത്. ഇനി ഓൾറെഡി ഒരു തവണ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കത് അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് പുതിയതായിട്ട് വരുന്ന സമയങ്ങളിൽ അത് ഓൾറെഡി നമുക്ക് എലിജിബിൾ ആയിട്ടാണ് കാണിക്കുക. ഇനി അടുത്ത ചോദ്യം വന്നേക്കുന്നത് അനീസ് PA വയനാട് നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോലീസ് ഡ്രൈവർ ലിസ്റ്റ് വാലിഡിറ്റി എത്ര ഇയർ ആണ്? അത് റീസെന്റ് പോലീസ് ഡ്രൈവറിന്റെ എക്സാം എഴുതിയ ആളുകൾക്ക് എല്ലാവർക്കും വരുന്ന നല്ലൊരു ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ ഇപ്പോഴും അത് കഴിയില്ല എന്നുള്ള കാര്യമാണ്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ലിസ്റ്റുകളുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ടെക്നിക്കൽ എക്സാമുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകൾക്കെല്ലാം തന്നെ 3 ഇയർ ആയിരുന്നു വാലിഡിറ്റി ഉണ്ടായിരുന്നത്. യൂണിഫോം പോസ്റ്റുകളെ നോർമലി 1 ഇയർ ആയിരുന്നു വാലിഡിറ്റി PSC കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ റീസെന്റ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മളുടെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ നമ്മളുടെ പോലീസ് ഡ്രൈവർ അങ്ങനെയുള്ള പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂണിഫോം പോസ്റ്റുകളുടെ വാലിഡിറ്റി 1 ഇയർ ആക്കി ചുരുക്കുക എന്നുള്ള ഒരു കാര്യം അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അത് PSCയുടെ ഭാഗത്തു നിന്ന് അപ്രൂവലോ അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കാര്യങ്ങളോ അറിയിപ്പോ ഒന്നും ഉണ്ടാകാത്ത പക്ഷം ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നത് പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പോസ്റ്റിന്റെ നിലവിലുള്ള വാലിഡിറ്റി എന്ന് പറയുന്നത് 3 ഇയർ ആണെന്ന് തന്നെ പറയാം. 1 ഇയർ ആയിട്ട് ചുരുക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു വ്യക്തമായ ഒരു അപ്രൂവലോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ അതിന്റെ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അതിന്റെ ഷോർട്ട് ലിസ്റ്റും അതേപോലെ തന്നെ ഫിസിക്കലും അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്തിന് മുന്നേ ആയിട്ട് ഇത് 1 ഇയറിലോട്ട് ചുരുക്കുകയാണെങ്കിൽ നമ്മുടെ വാലിഡിറ്റി 1 ഇയർ ആയിട്ട് മാറും. ഇല്ലെങ്കിൽ നിലവിൽ പാസ്റ്റിൽ എങ്ങനെയാണോ കൊണ്ടുപോയത് അതേപോലെ തന്നെ 3 ഇയർ വെച്ചിട്ട് തന്നെ ആയിരിക്കും തുടർന്ന് പോവുക. ഓക്കെ, ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ് അപ്കമിങ് ഡ്രൈവർ വാക്കൻസീസ്. അത് നമുക്ക് ഒരുപാട് റിപ്പീറ്റ്ലി വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ഒന്ന് പറയോ സർ? അപ്കമിംഗ് ഡ്രൈവർ വേക്കൻസീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ എന്ന ഒരൊറ്റ ജോബുമായി ബന്ധപ്പെട്ടിട്ട് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലോട്ടാണ് PSC ഇതുവരെ നോട്ടിഫിക്കേഷൻസ് ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തെ PSCയുടെ റിക്രൂട്ട്മെന്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 19ഓളം ഡ്രൈവർ പോസ്റ്റിലോട്ടാണ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. അതിൽ ജനറൽ ഡ്രൈവർ പോസ്റ്റുകളുണ്ട്, LMV ഉണ്ട്, HMV ഉണ്ട്, നമ്മുടെ യൂണിഫോം പോസ്റ്റുകളുണ്ട്, NCA കാറ്റഗറി ഉണ്ട്, ഓരോ സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് മുസ്ലിം, OBC അങ്ങനെയുള്ള കാറ്റഗറിയിലോട്ടുണ്ട്. അപ്പം എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് 19ഓളം, അത്യാവശ്യം നല്ല കൗണ്ടാണ്, 19ഓളം ഡിഫറെന്റ് നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി ഡ്രൈവർ വേക്കൻസിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വർഷത്തെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2024 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നമുക്ക് ഏകദേശം 4 മന്ത്സ് ആയിട്ടില്ല. അതിന് മുന്നേ തന്നെ ഓൾറെഡി വേരിയസ് കമ്പനീസ്, ബോർഡ് അതിലോട്ടുള്ള ഡ്രൈവർ വേക്കൻസീസ് LMV ആയിട്ടും HMV ആയിട്ടും വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു 3 മന്ത്സിന്റെ ഉള്ളിൽ തന്നെ 2, 3, 4 നോട്ടിഫിക്കേഷൻസ് വരുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസീസ് വരുന്നതും നല്ല രീതിയിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നതുമായ ഒരു പോസ്റ്റാണ് ഡ്രൈവർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള ലിസ്റ്റുകൾ തീർന്നുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അവരുടെയും ഉടനെ PSCയുടെ പുതിയ നിയമപ്രകാരം ഒരു ലിസ്റ്റ് തീരുന്നതിന്റെ 6 മാസം മുന്നേ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിക്കുന്ന രീതിയാണ് ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ ഈ ഒരു മന്തിൽ തീരുന്ന ഡ്രൈവറിന്റെ റാങ്ക് ലിസ്റ്റിലുള്ളതൊക്കെ അടുത്ത വരും മാസങ്ങളിൽ നമുക്ക് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സർ, അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ് ഏതൊക്കെ ജോബിലേക്കാണ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വരിക? ഇത് ചോദിച്ചിരിക്കുന്നത് അഖിലാണ് പയ്യന്നൂരിൽ നിന്ന്.
നോർമലി ഒരു വർഷം ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്ന കുറച്ച് അധികം പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകൾ ഓരോന്നായിട്ട് പറയാം. നോർമലി ഡ്രൈവർ എന്നുള്ളൊരു പോസ്റ്റിലോട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ജനറൽ ആയിട്ടുള്ള കാറ്റഗറിയിൽ തന്നെയാണ്. നമുക്ക് ഹെവി ലൈസൻസും ഉള്ള ആളുകൾക്കാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ അതേപോലെ തന്നെ ഡ്രൈവർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈവർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞു വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈവർ കം മെക്കാനിക് വരാറുണ്ട്. ടെക്നിക്കലായിട്ട് അറിയുന്ന ആളുകൾക്ക് ക്വാളിഫിക്കേഷൻ ഉള്ള അതേപോലെ തന്നെ ലൈസൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡ്രൈവർ കം മെക്കാനിക് വരാറുണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെയാണ് അധികം ഡ്രൈവർ കം മെക്കാനിക് വിളിക്കാറുള്ളത്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിളിക്കാറുണ്ട്, മെഡിക്കൽ വിളിക്കാറുണ്ട്, അങ്ങനെയുള്ളവർത്തൊക്കെ ഡ്രൈവർ കം മെക്കാനിക് വിളിക്കാറുണ്ട്. പിന്നെ നമ്മുടെ യൂണിഫോം പോസ്റ്റുകളായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, കോൺസ്റ്റബിൾ ഡ്രൈവർ അങ്ങനെയുള്ള പോസ്റ്റുകളിലോട്ട് വിളിക്കാറുണ്ട്. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമ ഓപ്പറേറ്റർ കം ഡ്രൈവർ എന്നുള്ള രീതിയിലോട്ട് വിളിച്ച് കണ്ടിട്ടുണ്ട്. അത് ഇപ്പോൾ അടുത്തൊന്നും വിളിച്ച് കണ്ടിട്ടില്ല. കാരണം ആ ഒരു മേഖല കൂടുതലായിട്ട് ഗവൺമെന്റ് കൊണ്ടുപോകാത്തത് കൊണ്ടായിരിക്കാം അതിൽ നിന്ന് കുറവ് വന്നിട്ടുള്ളത്. അപ്പോൾ നോർമലി നമുക്ക് വരുന്ന ഈ വേക്കൻസീസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഡ്രൈവർ ഗ്രേഡ് 2, നോർമൽ ഡ്രൈവർ, ഫോറസ്റ്റ് ഡ്രൈവർ, അതേപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റുകളിലോട്ടുള്ള ഡ്രൈവേഴ്സിലേക്കാണ് കൂടുതലായിട്ടും വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യ കാലങ്ങളിലൊക്കെ ഡ്രൈവർ എക്സാമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പോയി എഴുതുന്ന ഒരാളുകളായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഡ്രൈവർ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാതെ ഡ്രൈവർ എക്സാം പോയി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. കാരണം അധിക ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലോട്ട് മാറിയത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാൻ നല്ല സമയമെടുക്കും. ഇപ്പോൾ പാസ്റ്റ് റീസെന്റ് നടന്നിട്ടുള്ള നിങ്ങൾക്കറിയാം 4 എക്സാമുകൾ നോക്കിക്കഴിഞ്ഞാലും ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ അറൌണ്ട് 75% ക്വസ്റ്റ്യൻസും സെന്റൻസ് വൈസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വായിച്ച് അത് മനസ്സിലാക്കിയ ശേഷം ആൻസർ എഴുതുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള ഒരു പണി തന്നെയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കാണ് ആ ഒരു എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സിലബസ് ആയിട്ട് ഫുള്ളി എല്ലാ സിലബസിനെ ബേസ് ചെയ്തിട്ടും കൃത്യമായിട്ട് അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങളോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്പെഷ്യൽ ടോപ്പിക്സ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓരോ നിയമങ്ങളും അതിൻ്റെ വകുപ്പുകളും എങ്ങനെയാണ് ഓരോ വകുപ്പുകളും പഠിക്കേണ്ടതെന്നും നമ്മൾ ആ വകുപ്പുകൾ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടതാണ് എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കേസിൽ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ വരുന്ന PDF നോട്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഒട്ടനവധി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയി ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള ക്വസ്റ്റ്യൻസ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ, നമ്മളുടെ ഒരു കോഴ്സിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായി അനാലിസിസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള മെന്റർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതേപോലെ ടെക്നിക്കൽ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പഠിക്കുന്ന സമയത്ത് ടെക്നിക്കലി ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ടീമും നമ്മളെടുത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കോഴ്സിൽ ഉണ്ടായിരിക്കുക. സർ, വിഷ്ണു കോഴിക്കോട് നിന്നും ഭയങ്കര സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡ്രൈവർ എക്സാം ഇതുവരെ എഴുതിയിട്ടില്ല, കഴിഞ്ഞ പോലീസ് ഡ്രൈവർ എഴുതാൻ കഴിഞ്ഞില്ല, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്ന് കൃത്യമായ ഒരു ഐഡിയ ഇല്ല. ഇനി എന്തൊക്കെ ഡ്രൈവർ എക്സാം ആണ് വരാനുള്ളത്? ഫോറസ്റ്റ് ഡ്രൈവർ, ജയിൽ ഡ്രൈവർ എക്സാം എപ്പോൾ വിളിക്കും? വിഷ്ണു ഇതുവരെ എക്സാം എഴുതിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആദ്യമായിട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ വിഷ്ണു മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ കയ്യിലുള്ള ലൈസൻസ്, വിഷ്ണുവിൻ്റെ കയ്യിലുള്ള ലൈസൻസ് ഏതാണെന്നുള്ളത് ഉറപ്പിക്കണം. അതായത് LMV മാത്രമാണോ ഹെവി കൂടി ഉണ്ടോ എന്നുള്ളതിൽ ഫൈനലൈസ് ചെയ്യണം. കാരണം ഹെവി ഉണ്ടെങ്കിലാണ് നമുക്ക് ഡ്രൈവർ വേക്കൻസീസിൽ ഒട്ടനവധി കൂടുതൽ അവസരങ്ങൾ വരുന്നത്. LMV ആണെന്നുണ്ടെങ്കിൽ അവസരങ്ങൾ ലിമിറ്റഡ് ആണ്. അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻസിന്റെ കൗണ്ട് കൂടുതലായിരിക്കും. ഹെവി ആകുമ്പോൾ ആപ്ലിക്കേഷൻസിന്റെ കൗണ്ട് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കുള്ളൂ. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത്, നമ്മൾ ഒരു സ്പെഷ്യൽ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് പഠിക്കുന്ന കാര്യവും അതേപോലെ തന്നെ ജനറൽ നോളജിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ സിലബസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ സിലബസ് വരാത്തൊരു എക്സാം ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലെ സിലബസ് നോക്കിയതിന് ശേഷം അതിൽ നിന്ന് തന്നെ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ആദ്യം തന്നെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 months മുന്നേ കൺഫർമേഷൻ വരുന്ന സമയത്ത് നമ്മളുടെ സിലബസ് നമ്മളുടെ കയ്യിൽ കിട്ടിയാലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ 3 മാസം കൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് അത് എടുക്കാവുന്നത് തന്നെയാണ്.
അപ്പോൾ ആദ്യം ജനറൽ നോളജിൻ്റെ ഭാഗങ്ങളുണ്ടായിരിക്കും. ജനറൽ നോളജിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് തറവാക്കുക. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗങ്ങൾ വരും. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കാര്യങ്ങൾ തറവാക്കുക. സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ നിയമങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് നമുക്കറിയാം 200ഓളം സെക്ഷൻസ് തന്നെ പഠിക്കാനുണ്ട്. ആ സെക്ഷൻസിൻ്റെ മുകളിൽ അതിൻ്റെ സബ് സെക്ഷൻസ് പഠിക്കാറുണ്ട്, അതിൻ്റെ സബ് ടോപ്പിക്കുകൾ പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ കൃത്യമായ സെക്ഷൻസ് പറയുന്നുണ്ടെങ്കിൽ ആ സെക്ഷൻസ് മാത്രം തന്നെ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ ഇതുവരെയുള്ള PSC വിളിച്ചതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം തന്നെയാണ് മോട്ടോർ വെഹിക്കിളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോട്ടോർ വെഹിക്കിളിൻ്റെ ആക്ടിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, വാഹനത്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട്, പിന്നെ നമ്മളുടെ പെനാൾട്ടിയും ഒഫൻസസും. ഈ ഒരു 5 കാര്യങ്ങളാണ് എല്ലാ ഡ്രൈവർ എക്സാമിലും മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുക. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങുക. ഞാൻ കുറച്ചായി എന്ന് പറയാൻ കാരണം നമുക്ക് ഓരോ സെക്ഷൻസ് പഠിക്കുമ്പോൾ നമുക്കത് ഡൗട്ട് ഉണ്ടായിരിക്കും. നമ്മളൊരു സെക്ഷൻ പഠിക്കുമ്പോൾ അടുത്ത സെക്ഷൻ മറന്നു പോകും. അപ്പോൾ നമ്മളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഓരോ സെക്ഷനും നമുക്ക് ലിങ്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ സെക്ഷൻസ് നമുക്ക് എപ്പോഴും മറക്കാതെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. കാരണം അധിക ക്വസ്റ്റ്യൻസും സെക്ഷനെ കുറിച്ചും ആ സെക്ഷനിൽ വരുന്ന കണ്ടന്റിനെ കുറിച്ചും അതിൻ്റെ ഉള്ളിലെ ചെറിയ എന്തെങ്കിലും ഒരു പോയിന്റിനെ കുറിച്ചുമാണ് അധികം ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായി സിലബസ് മനസ്സിലാക്കുക. ആ സിലബസ് അനുസരിച്ച് ഒരു സൈഡിൽ നിന്ന് മെല്ലെ പഠിച്ചു തുടങ്ങുക. ലോകളും നിയമങ്ങളും പഠിക്കുന്ന സമയത്ത് ഇടവിട്ട് പഠിക്കുക. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിയമങ്ങൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ നമ്മൾ ടോപ്പിക്സ് മാറ്റി ഒരു ദിവസം പഠിക്കുന്ന നിയമങ്ങളാണെങ്കിൽ അടുത്ത ദിവസം കുറച്ച് GK പഠിച്ച്, പിന്നത്തെ ദിവസം കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ച്, അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോന്നും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് സിലബസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ? സിലബസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ആദ്യ കാലങ്ങളിൽ ഡ്രൈവർ എക്സാം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കാരണം ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എഞ്ചിന്, ഗിയർ ബോക്സ് അങ്ങനെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത്. ഇപ്പം ഞാൻ ജനറലി ഈ എഞ്ചിനും ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ഡ്രൈവർമാർക്കും അറിയുന്നില്ല. കാരണം കൊണ്ട് തന്നെ ഇപ്പം PSC ചെയ്യുന്നത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്നുള്ള ഭാഗമായിട്ടാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ജോബുമായി ബന്ധപ്പെട്ടിട്ടാണോ നമ്മൾ ഈ എക്സാം എഴുതാൻ പോകുന്നത്, അപ്പോൾ ആ എക്സാമുമായി ബന്ധപ്പെട്ട് ആ ജോബുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മളൊരു പാസ്റ്റ് നടന്നൊരു എക്സാമിനെ കമ്പയർ ചെയ്ത് പറയാം. പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം നടക്കുമ്പോൾ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ എക്സാം നടക്കുമ്പോൾ GK ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ആക്ടുകൾ, IT ആക്ട്, പോലീസ് ആക്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഡ്രൈവറിൻ്റെ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ഫയർമാൻ്റെ ഡ്രൈവറുമായി ബന്ധപ്പെട്ട എക്സാം നടക്കുന്ന സമയത്ത് എന്തായിരുന്നു വന്നത്, ഓൾറെഡി GK ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ GK എന്ന് പറഞ്ഞാൽ GK മാത്സ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. GK ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഫയറും ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം ഫയർഫോഴ്സിന്റെ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ഈ ഫയറും ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട തന്നെയാണ്. ഫസ്റ്റ് എയ്ഡ് തന്നെയാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സിലബസിൽ മാറ്റം വന്നിട്ടുണ്ട്. സിലബസിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡ്രൈവർ എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടാനും കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സിലബസ്. നമുക്ക് പറയാം, നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയോട് നമുക്ക് പൂർണ്ണമായും അതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ്. നമ്മൾ എന്തെങ്കിലും സിലബസ് പ്രകാരം പഠിച്ചെടുത്തിട്ട് ഒരു ജോലിക്ക് കയറുന്നതിനേക്കാളും നമ്മൾ ആ ചെയ്യാൻ പോകുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ സിലബസ് പഠിച്ചെടുത്ത് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്കും ആ ജോലി ചെയ്യാൻ നല്ല ഒരു മെന്റലി സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടായിരിക്കും. അത് തന്നെയാണ് ഇപ്പോഴുള്ള PSC ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയതിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് അപ്പിയർ ചെയ്യാനുള്ള കാരണം. ഓക്കെ സർ, അതുപോലെ തന്നെ അലിയാസ് പോള് ചാലക്കുടിന്ന് പുള്ളിക്ക് വന്നിട്ടുള്ള ഒരു സംശയമാണ്, ഫയർഫോഴ്സ് ഡ്രൈവർ പോസ്റ്റിലേക്ക് ഹെവി ലൈസൻസ് എടുത്തവരെ മാത്രമാണോ സെലക്ട് ചെയ്യുന്നത്, അതോ സെലക്ഷന് ശേഷമാണോ ലൈസൻസ് എടുക്കേണ്ടത്? അങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. അത് ഓരോ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും അതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ടായിരിക്കും എന്താണ് നമുക്ക് അതിന്റെ പ്രീ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ആ ക്വാളിഫിക്കേഷനിൽ പറയുന്നുണ്ട് ഹെവി ലൈസൻസ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റിന് മുന്നേ നമ്മളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. ഞാൻ വാലിഡ് ആയിട്ടുള്ള എന്നുള്ള പ്രത്യേകം പറയുന്നത്, ചില ആളുകൾ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ലൈസൻസ് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനും എക്സാം എഴുതാനൊക്കെ പറ്റും. നമ്മുടെ വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മളുടെ ആ ലൈസൻസിൻ്റെ പർട്ടിക്കുലേഴ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ നോർമലി എല്ലായിടത്തും ലൈസൻസ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മളുടെ RTOൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലൈസൻസിൻ്റെ പർട്ടിക്കുലേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ ഏത് സമയത്ത് ലൈസൻസ് എടുത്തു, എന്നാണ് നമ്മൾ ഓരോ ക്ലാസ്സുകൾ ആഡ് ചെയ്തത്, നമുക്കതിൽ ഗ്യാപ്പ് പീരീഡ് വന്നോ, എന്തെങ്കിലും ഫൈൻ ഈടാക്കിയിട്ടുണ്ടോ, ലൈസൻസുമായി ബന്ധപ്പെട്ട് ക്യാൻസലേഷൻ ഉണ്ടായിട്ടുണ്ടോ, സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് ലൈസൻസിൻ്റെ പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലേഴ്സിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആ പർട്ടിക്കുലേഴ്സ് നോക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ട് മുന്നേ അവർക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം തന്നെ ഉള്ളൂ അവരെ പങ്കെടുപ്പിക്കുക, അവരെ അതിൽ അപ്രൂവ് ആക്കുക. അല്ലെങ്കിൽ നമ്മൾ വെരിഫിക്കേഷൻ്റെ സമയത്ത് അവരെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. സർ, അതുപോലെ തന്നെ സോണി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ആക്ച്വലി.
ഇനി അടുത്ത പോലീസ് ഡ്രൈവർ വനിതകൾക്ക് എപ്പോ വിളിക്കും? അടുത്ത വർഷം ഉണ്ടാകുമോ? പോലീസ് ഡ്രൈവർ നിലവിൽ ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിളിച്ച സമയത്ത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നുള്ള ഒരേ പേരിലാണ് വിളിച്ചത്. അതായത് രണ്ടുപേരെയും ഒന്നിച്ചുൾപ്പെടുത്തി, ഡിഫറെന്റ് കാറ്റഗറി അല്ല, ഒന്നിച്ചൊരൊറ്റ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ അതിന്റെ പ്രൊസീഡിങ്സും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം എക്സാം കഴിഞ്ഞേ ഉള്ളൂ. ഇനി അതിന്റെ ഷോർട്ട് ലിസ്റ്റ്, ഫിസിക്കൽ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ വരാനുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം എന്തായാലും ഉണ്ടായിരിക്കില്ല. അതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞ് അതിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങളൊക്കെ നടന്നതിന് ശേഷം വരും വർഷങ്ങളിലെ അത് പ്രതീക്ഷിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ അടുത്ത വർഷം മുതൽ ഇനി അത് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നു. അടുത്ത വർഷത്തിന് ശേഷം പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മളുടെ ഈ ഒരു വാലിഡിറ്റി 3 വർഷമാണെങ്കിൽ 3 വർഷത്തിന് ശേഷം പ്രതീക്ഷിക്കാം. 1 വർഷത്തേക്കായി ചുരുക്കുകയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷിക്കാം. എന്തായാലും റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും വരാൻ ഏകദേശം നമുക്ക് 1 വർഷത്തിന്റെ അടുത്ത് എങ്ങനെയാലും സമയമെടുക്കും. കാരണം ഇതിലൊരു ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ഫിസിക്കൽ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്. ഇത്രയും പ്രൊസീജിയറിലൂടെ കടന്നു പോകേണ്ടത് കൊണ്ട് ഏകദേശം 1 വർഷത്തോളം ഇതിന്റെ പ്രൊസീഡിങ്സ് തന്നെ ഉണ്ടായിരിക്കും. അതിനുശേഷമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം വന്നേക്കുന്നത് 042, 43 ഈ എക്സാമിന് വേണ്ടിയുള്ള മുഴുവൻ സിലബസ് കോഴ്സ് ചെയ്യുന്നുണ്ടോ? 042, 43 എന്ന് പറയുന്നത് ഇപ്പൊ ഈ 2024 വിളിച്ച ഏറ്റവും മികച്ച ഒരു ഡ്രൈവർ പോസ്റ്റാണ് 042, 43 എന്ന് പറയുന്നത്. അതായത് 42 പറയുന്നത് ഹെവി പാസഞ്ചർ വെഹിക്കിളിന്റെയും ഹെവി ഗുഡ്സ് വെഹിക്കിളിന്റെയും വേണ്ടിയിട്ടുള്ള കമ്പനി ബോർഡുകൾ, സൊസൈറ്റികൾ, ഗവൺമെന്റിന്റെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലോട്ടിൽ ഒന്നിച്ചു വിളിച്ച ഒരു ഡ്രൈവർ പോസ്റ്റാണ് 042/2024 എന്ന് പറയുന്നത്. 043/2024 എന്ന് പറയുന്നത് LMV ആണ്. ഇതിന്റെ തന്നെ വേരിയസ് കമ്പനീസ്, വേരിയസ് സൊസൈറ്റീസ്, അങ്ങനെ ഡിഫറെന്റ് ഗവൺമെന്റിന്റെ ബോർഡുകളിലോട്ട് വിളിക്കുന്ന LMV, അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ കോഴ്സ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ കോഴ്സ് നിലവിൽ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. നമ്മളുടെ ഈ ഒരു ഫുൾ സിലബസിന് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ സിലബസിലെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ നിങ്ങൾക്ക് റെക്കോർഡർ ക്ലാസ്സസ് ആയിട്ടും ലൈവ് ക്ലാസ്സസ് ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സസ് ഓൾറെഡി കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ സാർ, അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് ശ്രീതുല ആണ് ചോദിച്ചിട്ടുള്ളത്, തൃശ്ശൂരിൽ നിന്നാണ്. നെക്സ്റ്റ് ഡ്രൈവർ എക്സാം എപ്പോഴായിരിക്കും? നെക്സ്റ്റ് ഡ്രൈവർ എക്സാം നമുക്ക് നിലവിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചു വെച്ചിട്ടുള്ളതാണ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ 042/2024, 043/2024. ഇപ്പം നിലവിൽ PSCയുടെ കഴിഞ്ഞ വർഷത്തെ ആനുവൽ കലണ്ടർ പ്രകാരം നമുക്ക് ഏകദേശം ഡിസംബർ വരെയുള്ള എക്സാമിന്റെ എല്ലാത്തിന്റെയും ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആ ഡിസംബറിന് തൊട്ടടുത്തായിട്ട്, അതായത് ഡിസംബറിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മാസങ്ങളിൽ തൊട്ടടുത്ത് വരുന്ന ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ തന്നെയായിരിക്കും ഇതിന്റെ എക്സാമുകൾ വരിക. നമുക്ക് ഇതിന്റെ ലാസ്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 2-ാം തീയതി ആയിരുന്നു. ഇപ്പൊ ഈ ഒരു അടുത്ത കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ അതിന്റെമായി ബന്ധപ്പെട്ട് ഇനി നമുക്കൊരു അറൗണ്ട് ഇപ്പോൾ PSCയുടെ ഒരു കണക്ക് പ്രകാരം ഒരു നോട്ടിഫിക്കേഷൻ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 6 മന്ത്സിന്റെ ഉള്ളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു ഡിസംബർ, ജനുവരി ആ കാലഘട്ടത്തിൽ, ജനുവരി, ഫെബ്രുവരി ആ ഒരു 3 മാസങ്ങൾക്കിടയിൽ നമുക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാം. ഇപ്പൊ നിലവിൽ വിളിച്ചിട്ടുള്ള അതാണ്. കൂടുതൽ വേക്കൻസീസ് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമാണ്. കാരണം ഗവൺമെന്റിന് കീഴിലുള്ള ഡിഫറെന്റ് സൊസൈറ്റികൾ, ഡിഫറെന്റ് ബോർഡുകൾ, ഡിഫറെന്റ് കോർപ്പറേഷനുകൾ, ഇതിലേക്ക് എല്ലാത്തിനും കൂടി ഒന്നിച്ചാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു എക്സാം കൂടിയായിരിക്കും. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ അമൽ ചോദിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ പോലീസ് ഡ്രൈവർ, ഫയർ ഡ്രൈവർ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം നടന്ന നിയമനങ്ങൾ, അഡ്വൈസ് എന്നിവ അടങ്ങിയ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമലിന് അത് കഴിഞ്ഞ വർഷം എത്രത്തോളം അപ്പോയിന്റ്മെന്റ് പോയിട്ടുണ്ട് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം, നമ്മുടെ ചാനലിൽ ചെയ്യാം. കഴിഞ്ഞ പോലീസ് ഡ്രൈവറിന്റെ എക്സാം, ഇപ്പൊ അന്ന് പോലീസ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട്, കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് വിളിച്ചല്ല, പോലീസ് ഡ്രൈവർ എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അപ്പൊ അങ്ങനെ ഡ്രൈവറിന്റെ എക്സാം, അതേപോലെ തന്നെ ഫയർമാൻ ഡ്രൈവറിന്റെ എക്സാം, അതേപോലെ തന്നെ എക്സൈസ് വിളിച്ചിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ലാസ്റ്റ് വിളിച്ച് ഓൾറെഡി റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയതിൽ നിന്ന് എത്രത്തോളം നിയമനങ്ങൾ നടന്നു, അല്ല എത്രത്തോളം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, ഏകദേശം കട്ട് ഓഫ് എന്ത് രീതിയിലാണ് കട്ട് ഓഫ് വന്നത് എന്നില്ലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അതെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പറയുന്ന സമയത്ത് നമുക്ക് PSCയുടെ സൈറ്റിൽ നിന്ന് തന്നെ എത്രത്തോളം നിയമനങ്ങൾ വന്നിട്ട് എന്നതിൽ ആധികാരികമായിട്ട് ആ രേഖ വെച്ചിട്ട് തന്നെ നമുക്ക് കാണിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എത്ര നിയമനങ്ങൾ പോയി, നമ്മൾ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് എത്ര പോയി, അതേപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറിയിൽ നിന്ന് എത്ര പോയി എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും.
സാർ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. ലൈക്ക് ഇനിയും ഒരുപാട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും നമ്മള് പറഞ്ഞത് തന്നെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് കോഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, നിലവിൽ വിളിക്കാൻ പോകുന്ന വേക്കൻസീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് കോഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, നിലവിൽ വിളിക്കാൻ പോകുന്ന വേക്കൻസീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതേപോലുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴത്ത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അതിന്റെ റിപ്ലൈ ഞങ്ങൾ കമന്റ് ആയിട്ട് തരാം. പിന്നെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഇതിന്റെ മുന്നേ തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സ്ക്രീനിൽ നമ്മളുടെ നമ്പർ കാണാൻ കഴിയും. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അതെ, കമന്റിലൂടെ നമുക്ക് ആ ഡൗട്ടിൽ റിപ്ലൈ തന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു Q&A സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സാറിന്റെ വിലയേറിയ സമയത്തിന് നന്ദി. താങ്ക് യു.